നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ 25-ാം വാർഡും AMAയും സംയുക്തമായി ആരോഗ്യ ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആരോഗ്യ കർക്കിടകം ആരോഗ്യത്തിന് ഒരു ദിവസം എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ മദേഴ്സ് ഗ്രേസ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ക്ലാസ് നയിച്ചു. മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡും മൂവാറ്റുപുഴ AMAയും സംയുക്തമായി ആരോഗ്യ കർക്കിടകം ആരോഗ്യത്തിന് ഒരു ദിവസം എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലറും ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷയുമായ P. രജിത ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർക്കിടകം ആരോഗ്യ പരിചരണത്തിനും ആത്മപരിശോധനയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണെന്നും ആരോഗ്യ സംരക്ഷണം സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൗരന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും P. രജിത പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ. നമ്മൾ സംസ്ഥാന സർക്കാരുടെ ഒരു പദ്ധതിയായിട്ട് ആരോഗ്യ പേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കൂടെ പ്രചരണത്തിൽ വന്നിട്ടുണ്ട്. അതായത് വെള്ളിയാഴ്ചകൾ നമ്മുടെ സ്കൂളുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഒരു ഡ്രൈ ഡേ, ശനിയാഴ്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ഞായറാഴ്ചകൾ നമ്മളുടെ വീട്. ഇപ്പം നമ്മൾ മറ്റുള്ളവരെ മുനിസിപ്പാലിറ്റി മാത്രം ഞങ്ങളുടെ ആരോഗ്യത്തിനെ ശ്രദ്ധിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൗൺസിലർ ഞങ്ങളുടെ ആരോഗ്യത്തിനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരു ദിവസം, ഈ ഞായറാഴ്ച ഒരു ദിവസം കൃത്യമായി നമ്മളൊരു ഡ്രൈ ഡേ ആചരിച്ച് കൊതുകിനും മറ്റുള്ള കീടാണുക്കൾക്കും അല്ലെങ്കിൽ ബാക്ടീരിയകൾക്കും വളരാനുള്ളൊരു സാഹചര്യം ഒഴിവാക്കി നമ്മളുടെ പരിസരം ശുചിയാക്കി നല്ല വൃത്തിയായ ഒരു അന്തരീക്ഷത്തിലൂടെ നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കർക്കിടകം സുഖമായി ഒരു ആരോഗ്യ കർക്കിടകം തന്നെയാക്കി നമുക്ക് തീർക്കാൻ സാധിക്കും. കർക്കിടക മാസത്തിന്റെ ആരോഗ്യപരമായ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആരോഗ്യപരമായ ജീവിതശൈലിയെക്കുറിച്ച് അവബോധം വളർത്തുകയും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ മദേഴ്സ് ഗ്രേസ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറും ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ പ്രസിഡന്റുമായ ഡോക്ടർ അമിത ആന്റണി കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഔഷധക്കഞ്ഞി, തേച്ചുകുളി, കൃത്യസമയത്തെ ഭക്ഷണം എന്നിവയുടെ ആരോഗ്യ പ്രാധാന്യവും കർക്കിടകകാലത്ത് പാലിക്കേണ്ട ആരോഗ്യശീലവും ക്ലാസ്സിൽ വിശദീകരിച്ചു. നമ്മുടെ ആയുർവേദം പറയുന്ന അനുസരിച്ച് ഈ ഒരു ആയുർവേദം നമുക്ക് പൊതുവെ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ വിശപ്പൊക്കെ ഒന്ന് കുറയുന്ന ഒരു സമയമാണ്. നല്ല മഴയുള്ള സമയത്ത് വിശപ്പൊക്കെ ഒന്ന് കുറയും. നമുക്കൊരു ചെറിയൊരു ദേഹത്തിനാണെങ്കിലും ഒരു ചെറിയൊരു ക്ഷീണം വരുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ചാൽ, പെട്ടെന്ന് പോയി ഉച്ചയ്ക്ക് ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചാൽ നമുക്ക് വീണ്ടും ക്ഷീണം കൂടുവാണോ കുറയണോ? കൂടും. അപ്പോൾ ക്ഷീണം, അപ്പോൾ നമ്മുടെ ഒരു ദഹനമാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ആയുർവേദം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഒരു ജീവിത രീതിയാണ്, അല്ലേ? ഓരോ ദിവസവും നമ്മളെങ്ങനെ ക്രമപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് ശരിക്കും ആയുർവേദം എന്ന് പറയുന്നത്. ഡോക്ടർ രവീന്ദ്രനാഥ് കമത്ത്, ഡോക്ടർ ജോസഫ് ജോസ്, വാർഡിലെ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, CDS അംഗം, ആശാ വർക്കർ, വിവിധ മേഖലകളിലെ പ്രതിനിധികൾ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിന്റെ ഭാഗമായി ഔഷധക്കഞ്ഞി വിതരണവും അപരാജിത ധൂമചൂർണ വിതരണവും നടത്തി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഏത് കടയിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ പഴയ സ്വർണവും എക്സ്ചേഞ്ച് ഓഫറിലൂടെ വിലയിൽ വ്യത്യാസമില്ലാതെ ജെയ്കോയുടെ HUID സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം. നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഉയർന്ന വില, ഉടൻ പണം. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജെയ്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ട്രെൻഡി കളക്ഷൻസുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജെയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം.